الله فقلت لهذا إلى الله ما شاء الله لا قوة إلا بالله. الله سبحانه وتعالى നമ്മുടെ നോമ്പും നിസ്കാരങ്ങളും എല്ലാം പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. ഇന്നത്തെ ഇഫ്താർ നോമ്പ് തുറ റാഫി ഇസാന മോട്ടേഴ്സ് മലയാള അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ആ സഹോദരനെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെല്ലാം സഫലീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അതുപോലെ എല്ലാ വർഷവും ഈ നോമ്പ് ഇഫ്താറിന് വേണ്ടി സുനൈന മണക്കാട് കൊഞ്ചിറ വാപ്പാക്ക് ശാരീരികമായ അസുഖം, അതുപോലെ ഉമ്മയും മുട്ടും നടുവൊക്കെ വേദനയായി രണ്ടുപേരും രോഗികളായി കഴിയുന്നു. അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന ദുആകർമ്മം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ, ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. 5000 രൂപ നമ്മുടെ പള്ളിക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനസ് ഫ്രൂട്ട്സ് പൂവങ്കൽ നടയറ നോമ്പ് 16 അതൊന്ന് തെക്കാവിലും അതുപോലെ തന്നെ 17 നമ്മുടെ പള്ളിയിലും ഇൻഷാ അല്ലാഹ് ഫ്രൂട്ട്സുകൾ അദ്ദേഹം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, പുരോഗതി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ബറക്കാത്തുകൾ അല്ലാഹു നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ആശീർവാദം. ഏറ്റവും ആദരവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, സുദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് അത്യാവശ്യം ചില വിഷയങ്ങൾ സംസാരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പിരിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയുന്നതും കേൾക്കുന്നതും എല്ലാം കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നരകശിക്ഷയെ കുറിച്ച് നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞിരുന്നു. തൽക്കാലം വിഷയം സ്റ്റോപ്പ് ചെയ്യും. ഇൻഷാ അല്ലാഹ് മരണം, ഒരാൾ മരിച്ചാൽ അയാളുടെ ഖബർ ജീവിതം എങ്ങനെയാണ് എന്ന് നമുക്കൊരല്പം പറയാം. എന്തിനാണ് ഇത് പറയുന്നത്? നമുക്കൊക്കെ അള്ളാഹുവിനെ പേടിയും ഒരു ഭയമൊക്കെ നമുക്ക് വേണം സഹോദരന്മാരെ. പേടിച്ച് ജീവിക്കുക, ദുനിയാവ് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ളത് കൊണ്ട് തന്നെ സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നതിന് അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അവന്റെ ശിക്ഷാ നടപടികളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ഒരാൾ മരിച്ചാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കാം, എത്രാമത്തെ ലോകത്തേക്കാണ് നമ്മുടെ മക്കളൊക്കെ നന്നാക്കുമാറാകട്ടെ. എല്ലാവരും ദുആയിലാണ് നമ്മുടെ നാട്ടിലെ മക്കളെ അല്ലാഹു നന്നാക്കുമാറാകട്ടെ, സാലിഹീങ്ങളായ മക്കളാക്കുമാറാകട്ടെ, അല്ലാഹു നല്ല ബുദ്ധിയുള്ള മക്കളാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഇന്ന് ജീവിക്കുന്നത് എത്രാമത്തെ ലോകത്താണ്? ഇനി എത്ര ലോകങ്ങളിലേക്ക് നമ്മൾ പോകാനുണ്ട്? ഈ വിഷയങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്നാൽ നാം ഇപ്പോൾ നിലകൊള്ളുന്നത് രണ്ടാമത്തെ ലോകത്താണ്. ഒന്നാമതായി ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്കാണ് വരുന്നത്, അതായത് മനുഷ്യ രൂപത്തിലായിട്ട്. അതേസമയം ആത്മാവ് മാത്രമാണെങ്കിൽ ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമുണ്ട്, അവിടത്തേക്കാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ശാരീരികമായി തന്നെ രക്തപിണ്ഡം മാംസപിണ്ഡമായി മനുഷ്യന്റെ രൂപത്തിലായി ആദ്യമായി വരുന്ന ഒന്നാമത്തെ ലോകം മാതാവിന്റെ ഗർഭപാത്രമാണ്. രണ്ടാമത്തെ ലോകം ഏതാണ്? ഈ ഭൗതികമായ ലോകമാണ്. മൂന്നാമത്തെ ലോകമാണ് ഖബർ. രണ്ടാമത്തെ ലോകത്ത് നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവൻ പോകേണ്ടിയിരിക്കുന്നത് മൂന്നാമത്തെ ലോകമായ ഖബറിലേക്കാണ്. ഖബറാണ് സഹോദരന്മാരെ നമ്മുടെ വിഷയം. സഹോദരന്മാരെ, ഇന്നത്തെ വിഷയമായാലും നമ്മുടെ മുമ്പിലെ മർമ്മപ്രധാനമായ ഒരു വിഷയം ഖബർ ലോകമാണ്. ഖബറിൽ രക്ഷപ്പെട്ടു, എല്ലാ സ്ഥലങ്ങളിലും രക്ഷപ്പെട്ടു. ഖബർ രക്ഷപ്പെട്ടില്ലെങ്കിൽ എവിടെയും രക്ഷയില്ല. നമുക്ക് എത്ര വലിയ സ്ഥാനങ്ങളുണ്ടായാലും എത്ര വലിയ ദർജാത്തുകൾ ഉണ്ടായാലും നാം ആരെന്ന് പറഞ്ഞാലും ഖബറിൽ രക്ഷയില്ല സഹോദര. അതുകൊണ്ട് തന്നെ മൂന്നാമതായി പോകുന്ന ലോകമാണ് ഖബർ. ആ ലോകത്തിന്റെ പേരാണ് ആലമുൽ ബർസഖ്. എന്താണ് ആലമുൽ ബർസഖ് എന്ന് പറഞ്ഞാൽ? മാ ബൈന ദുനിയാ വൽ ആഖിറതി ഖബ്ലൽ ഹശ്രി മിൻ വഖ്തിൽ മൗതി വൽ ബഅസി. പ്രിയമുള്ള സഹോദരന്മാരെ,
മരണപ്പെട്ടത് മുതൽക്ക് അതായത് നാം ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നതിന്റെ ഇടയിലുള്ള ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇടയിലുള്ള ലോകമാലോകമാണ് ആലമുൽ ബർസഖ്. നാം കാണുമ്പോ ഒരു ചെറിയൊരു മനുഷ്യൻ ചരഞ്ഞു കിടക്കാൻ മാത്രമുള്ള വലിപ്പമുള്ള ചെറിയൊരു കുഴിയാണോ? ഇതാണ് ആലമുൽ ബർസഖ്. പ്രിയമുള്ള സഹോദരന്മാരെ, പലക വെച്ച് മണ്ണിട്ട് പോലെ ജനങ്ങൾ പോയാൽ ആ ലോകത്തിന്റെ സ്വഭാവം അങ്ങ് മാറിയിരിക്കുകയാണോ? അങ്ങനെ മൂന്നാമത്തെ ലോകത്തേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ലോകത്ത് രക്ഷപ്പെട്ടാൽ നാലാമത്തെ ലോകത്തുനിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പരിതാപകരമാണ്. നമ്മുടെ ഒന്നാമത്തെ ലോകം ഏതാണ്? എന്നാൽ ആദം നബി അലൈഹി സ്വലാമിന്റെ ഒന്നാം ലോകം ഏതാണ്? ആദമിനെ സ്വർഗം, സ്വർഗലോകമാണ്. ആദം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ലോകം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ലോകം എന്ന് പറയുന്നത് ഉമ്മയുടെ ഗർഭപാത്രമാണ്. അവിടെ നിന്ന് വന്ന് രണ്ടാമത്തെ ലോകമായ ഭൗതിക ലോകം ഇവിടത്തേക്ക് വന്നു. അല്ലാഹു ചില നടപടിക്രമങ്ങളുമായി ഈ ലോകത്തേക്ക് നമ്മെ അയച്ചു. ഇനി ഇവിടെ നിന്ന് യാത്ര പിരിയുമ്പോ നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ് റൂഹ് അത് നമ്മെ നമ്മുടെ ശരീരവുമായി വിട്ടുപിരിയുമ്പോ പിന്നെ കാണുന്ന ബോഡിയുടെ പേര് വാപ്പ എന്നല്ല, മകൻ എന്നല്ല, ഭാര്യ എന്നല്ല, മയ്യിത്ത് ജനാസ എന്ന പേരാ അറിയപ്പെടുന്നത്. എല്ലാവരും പിന്നെ ചോദിക്കുന്നത് വാപ്പയെ കൊണ്ടുപോയോ എന്നല്ല, ഭാര്യയെ കൊണ്ടുപോയോ എന്നല്ല. രാത്രി വരെ എന്റെ കടലിന്റെ കഷ്ടമായ എന്റെ പ്രിയപ്പെട്ട വാപ്പ, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മക്കള് നേരം വെറുക്കുമ്പോ പേര് മയ്യിത്ത് കൊണ്ടുപോയോ, കബറിൽ വെച്ചോ എന്നാ പിന്നത്തെ ചോദ്യം. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, തെറ്റിദ്ധരിച്ചു പോകണ്ട. മരിക്കുമ്പം എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. മരണം മുതൽക്ക് ആരംഭിക്കുന്നു നമ്മുടെ ശാശ്വതമായ ഒരു ജീവിതം. ഒന്നിരിക്കെ സ്വർഗീയ ജീവിതമായിരിക്കും, അല്ലെങ്കിൽ കഠോരമായ നാരകീയ ജീവിതമാണ്. ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, ഇമാമുൽ ഗസാലി തങ്ങൾ പറയാണ്, മിൻ സഅതി മാ യുദഉൽ മയ്യിത്തു അലൽ ജനാസ ഇലാ യുദഅ അലാ സബീൽ ഖബീർ. ഒരു മനുഷ്യൻ മയ്യിത്ത് കട്ടിൽ വെക്കപ്പെട്ടത് മുതൽക്ക് ഖബറിന്റെ സമീപത്ത് കൊണ്ടുവെക്കപ്പെടുന്നതിന്റെ ഇടയിൽ യസ്അലുല്ലാഹ് ബിഅളമതിഹി 40 സുബ്ഹാന. ആ മയ്യിത്തിനോട് 40 ചോദ്യമാണ് ചോദിക്കുന്നത്. മയ്യിത്ത് കട്ടിൽ ജനാസയായാൽ മയ്യിത്ത് കട്ടിൽ ഒരു മനുഷ്യനെ വെച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ സമീപത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ 40 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിൽ ഏറ്റവും പ്രഥമമായ ചോദ്യം ഇമാമുൽ ഗസാലി തങ്ങൾ പറയാണ്, അബ്ദീ, എന്റെ അടിമേ, മൻദറുൽ ഖൽഖി സിനീൻ, അതായത് മൻദറുൽ ഖൽഖി സിനീൻ, ജനങ്ങൾ കാണുന്ന സർവസ്ഥലങ്ങളും ഇടങ്ങളും നീ ശുദ്ധീകരിച്ചല്ലോ. നിന്റെ വസ്ത്രം നീ ശുദ്ധീകരിച്ചിട്ടുണ്ടോ? നിന്റെ പാർപ്പിടം നീ ശുദ്ധീകരിച്ചിട്ടുണ്ടോ? നിന്റെ ശരീരത്തിന്റെ ബാഹ്യഭാഗങ്ങളോ നീ ശുദ്ധീകരിച്ചിട്ടുണ്ടല്ലോ. നിന്റെ കിടക്കുന്ന മുറിയുണ്ടല്ലോ, പ്രൈവറ്റ് മുറി, നീ ശുദ്ധീകരിച്ചിട്ടുണ്ട്. എത്രത്തോളം നീ ദിവസവും മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാത്റൂം പോലും ദിവസം നീ ശുദ്ധീകരിച്ചിട്ട് എന്റെ നോട്ടവും ദിവസവും പതിയുന്ന ഒരിടമുണ്ടല്ലോ, നീ ശുദ്ധീകരിച്ചോ? അല്ലാഹുവിന്റെ നോട്ടം ദിവസവും
സംഭവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഏതാണ് പ്രിയമുള്ള മുഅ്മിനേ? ആർക്ക് പറയാം? അല്ലാഹുവിന്റെ നോട്ടം സംഭവിക്കുന്ന ഒരു സ്ഥലം. അതേതാ? ഖൽബ്. ഈ സ്ഥലമാണ് അല്ലാഹു നോക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരാളുടെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ ഒന്നിലേക്കും അല്ലാഹുവിന്റെ നോട്ടമില്ല. മറിച്ച് അല്ലാഹുവിന്റെ നോട്ടം വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം സംഭവിക്കുന്ന ഹൃദയം നീ ശുദ്ധീകരിച്ചോ. മലീമസമായ ഖൽബല്ലേ എന്റെയും നിങ്ങളുടെയും ഹൃദയം. ശരിയല്ലേ സഹോദരന്മാരെ? നമ്മുടെ മനസ്സിൽ ആരെക്കുറിച്ചെല്ലാം വിരോധങ്ങളുണ്ട്, വൈരാഗ്യങ്ങളുണ്ട്, പലതരത്തിലുള്ള ദേഷ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുണ്ട്, പല മോശമായ ചിന്താഗതികളും നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഈ സ്ഥലമല്ലേ യജമാനായ റബ്ബിന്റെ തിരുദർശനം എന്ന് പഠിക്കുന്ന സ്ഥലമല്ലേ? റബ്ബ് നോക്കുമ്പോൾ, ദിവസവും നോക്കുമ്പോൾ മലീമസമായ ഖൽബിന്റെ ഉടമകളാ. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. പറഞ്ഞുകൊണ്ട് വരുന്ന സഹോദരന്മാരെ, മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ സമീപത്ത് വെക്കപ്പെടുന്നത് വരെ 40 ചോദ്യം ചോദിക്കുമെന്ന് ഇമാമുൽ ഗസാലി തങ്ങൾ പറയുകയാണ്. സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മഹദിയവൾ പറയുകയാണ്, ഫസഅൽതു റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി പറയുകയാണ്, അന്ന യഹൂദിയത്തൻ ദഖലതു അലൈഹാ, യഹൂദിയായ ഒരു ജൂത സ്ത്രീ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീവിയുടെ അരികിൽ വന്നു. ഫദക്കറത അദാബൽ ഖബ്രി ഫഖാലത് ലഹാ, ഖബറിന്റെ അദാബിനെ സംബന്ധിച്ച് ഓർത്തപ്പോ, സഅദാബിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ മഹദിവറുകൾ പറഞ്ഞു, അഅദകില്ലാഹു മിൻ അദാബിന്നാർ, അഅദകില്ലാഹു മിൻ അദാബിൽ ഖബീർ, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് അല്ലാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ ചെന്നിട്ട് അൻഅദാബിൽ ഖബരി, ഖബറിന്റെ അദാബിനെ കുറിച്ച് ചോദിച്ചു. ജൂത സ്ത്രീയാണ്, ഖബറിനെ കുറിച്ച് പറഞ്ഞു. ആയിഷ ബീവിയോട് പറയുകയാണ്, അല്ലാഹു എന്നെ ഖബറിന്റെ ശിക്ഷയെ തൊട്ട് കാക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ ദുആയും കേട്ടുകൊണ്ട് ആയിഷ ബീവി ഇലാ ഹദറത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിൽ ചെന്നിട്ട് ഖബറിന്റെ അദാബിനെ കുറിച്ച് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം ആയിഷ, അദാബുൽ ഖബ്രി ഹഖ്, ഖബറിന്റെ അദാബ് എന്ന് പറയുന്നത് സത്യമാണ് ആയിഷ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ മുൻഗാമികൾ പലരും ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്തി ഉറങ്ങുന്നുണ്ട്. അവരുടെ ഖബറിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അല്ലാഹുവിന്റെ ഖബറിലെ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ആയിഷ ബീവി പറയുകയാണ്, ഖബറിന്റെ അദാബ് ഹഖാണെന്ന് നിബിധങ്ങൾ പറഞ്ഞതിന് ശേഷം ഫമാ റഅയ്തു റസൂലല്ലാഹ് ബഅദു സല്ലല്ലാ സലാത്തൻ ഇല്ലാ തഅവദ മിൻ അദാബിൽ ഖബർ. ഇമാം ബുഖാരി മുസ്ലിം രണ്ടുപേരും നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഈ സംഭവത്തിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരൊറ്റ നിസ്കാരത്തിലും ഖബറിന്റെ അദാബിനെ കുറിച്ച് കാവൽ ചോദിക്കാത്തൊരു നിസ്കാരം ഞാൻ കണ്ടിട്ടില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ ഖബറിന്റെ അദാബിനെ കുറിച്ച്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ആയിഷ ബീവിയുടെ പറയുന്നത് സഹോദരന്മാരെ, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അൻഹാനി മൗല ഉസ്മാൻ ബിൻ അഫ്ഫാൻ قال كان عثمان رضي الله عنه إذا وقف على قبر يبكي قبറിന്റെ അരികിൽ ചെന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞ് രണ്ട് കണ്ണുനീർ മാറുന്ന കണ്ണുനീരൊഴുകുന്ന സ്ഥലത്ത് അടയാളം വരെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾക്കുണ്ടായിരുന്നു. ഹത്താജുവല്ല ലഹിയത്തോ താടിരോമെല്ലാം നനയുന്ന തരത്തിൽ ഖബർ കാണുമ്പോൾ കരയുന്ന സ്വഭാവക്കാരനായിരുന്നു. സ്വർഗ്ഗം കൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെട്ട 10 സഹാബത്തിന്റെ കൂട്ടത്തിൽ മൂന്നാമനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ സർവസമ്പത്തും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചിലവഴിച്ച മഹാനായ മൂന്നാം ഖലീഫയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലായിരിക്കുമ്പോ, ഖലീഫയായ സമയത്ത് വീട്ടിലായിരിക്കുമ്പോ വീട് വളഞ്ഞ് മഹാന്റെ നെറുകയിലായി വാളുകൊണ്ട് കെട്ടിപ്പുറത്തപ്പെട്ടു അങ്ങനെയാണ് ഈ ലോകത്തുനിന്ന് വിട പറയുന്ന ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ രക്തത്തുള്ളികൾ വീണ ഖുർആൻ ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സഹോദരാ. തന്റെ സമ്പത്തും ജീവനും എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സമർപ്പിച്ച എന്തിനാ ഖബർ കാണുമ്പോൾ കരയുന്നത്? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചോദിക്കപ്പെടുകയാണ്, എന്തിനാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ കരയുന്നത്? തദ്കുറുൽ ജന്നത വന്നാർ ഫലാ തബ്കി. സ്വർഗ്ഗത്തിനെ കുറിച്ച് പറയുമ്പോ കരയുന്നില്ലല്ലോ, നരകത്തെ കുറിച്ച് പറയുമ്പോൾ കരയുന്നില്ലല്ലോ, ഖബറിനെ പറ്റി പറയുമ്പോഴാണല്ലോ കരയുന്നതോ? പ്രധാനപ്പെട്ടവർ പറയുന്നു, അവ്വലു മൻസിലിൻ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിൽ അഖ്വാ. നാളെ അഖ്റമാകുന്ന ലോകത്തിലേക്ക് പോകാനുള്ള ഏറ്റവും ആദ്യത്തെ പ്രഥമ വീട് അത് ഖബറാണ്. ഉഖവിയായ പ്രഥമ വീട് ഖബറാണ്. ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നങ്ങോട്ട് അനായാസം രക്ഷപ്പെട്ടു പോകാം. ഖബറിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ അവിടെ അങ്ങോട്ടുള്ള ജീവിതം വളരെ ദുസ്സഹമായ ജീവിതമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖബറാണ് ശ്രദ്ധിക്കേണ്ടത്. ഖബറിൽ രക്ഷപ്പെടണം. ഖബറിന്റെ ശിക്ഷ ചെറുതല്ല. ഖബറിനെ ഓർത്ത് കരഞ്ഞവർ എത്രയോ ഉണ്ട് സഹോദരന്മാരെ. നമ്മളെ മനസ്സിലാക്കണം, ഖബർ എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അകത്ത് വലിയൊരു ഞെരുക്കം വരാനുണ്ട്. ഒരാളെയും ഖബർ വിടില്ല, ഒരാളെയും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് വിടില്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു തങ്ങൾ വഫാത്തായപ്പോൾ ജനാസ സംസ്കരണത്തിന് വാനലോകത്തുള്ള സർവ്വ മലായികത്തും ഭൂമിയിൽ ഇറങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന് പോലും നടക്കാൻ പ്രയാസപ്പെട്ടു. അത്രത്തോളം മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങി വലിയ ഞെരുക്കുണ്ടായ മഹാനായ സഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ജനാസ ഖബറിൽ വെച്ചപ്പോൾ ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു വിളിച്ചുപോയി. കാരണം സഅദ് റളിയല്ലാഹു അൻഹു ഖബറിൽ ഞെരുക്കി സുബ്ഹാനല്ലാഹ് എന്ന് മഹാനായ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുപോയി. ഉടനെ തന്നെ ഖബറങ്ങ് വിശാലമായി. അപ്പോൾ തങ്ങൾ അൽഹംദുലില്ലാഹ് പറയുകയും ചെയ്തു. ഖബറിൽ ഇരിക്കും സഹോദരന്മാരെ, പറഞ്ഞു കൊണ്ടുവരുന്നത് അവന്റെ ശിക്ഷ കണ്ണിലെ കഠോരമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഖബറുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ നാളെ പറയാം.
2-3 ദിവസം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അല്പം ഖബറിനെ കുറിച്ച് പറയണം സഹോദരന്മാരെ. എന്തിനാണെന്നറിയോ? ഒരു ദിവസം ഖബറിനെ കുറിച്ച് ഓർത്തിട്ട് കരയണം. നമ്മുടെ ശ്മശാന ഭൂമിയിലോ പള്ളിയുടെ പിന്നിലുള്ള ഖബറിന്റെ ഭാഗത്തേക്കോ ജനാസ അടക്കാൻ വരുമ്പോ നമ്മുടെ മുഅ്മിനീങ്ങളെ അജ്ഞത കൊണ്ടല്ലേ ഒരു ജനാസ ഖബറിൽ വെക്കുന്ന ആ ഒരു വിഷമത്തിൽ കുടുംബങ്ങൾ കഴിയുമ്പോ, ബന്ധുമിത്രാദികൾ സങ്കടത്തിലാകുമ്പോ, ഒരു ജനാസയാണ് ഖബറിൽ വെക്കുന്ന മയ്യിത്തിന്റെ അവസ്ഥ അല്ലാഹുവല്ലാതെ ആർക്കും അറിയില്ല. ആ സമയത്ത് മയ്യിത്തിന് വേണ്ടി തസ്ബീഹ് ചൊല്ലി ആ തൽഖീനിൽ പങ്കെടുത്ത് ദുആയിൽ പങ്കെടുത്ത് മയ്യിത്തിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഹദിയ ചെയ്ത് നമ്മൾ മടങ്ങേണ്ടതാണ്. പള്ളിയുടെ ശ്മശാന ഭൂമിയുടെ അരികിൽ വന്ന് വർത്തമാനം പറഞ്ഞു കൊണ്ടും മടക്കിക്കൊണ്ട് അട്ടഹസിച്ചു ചിരിച്ചും സുബ്ഹാനല്ലാഹ് ശ്മശാന ഭൂമിയിൽ വെച്ച് ചിരിക്കാൻ പോലും പാടില്ല. അങ്ങനത്തെ ഇടമാണ് മഖാബുൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ കബറടക്കുന്ന സ്ഥലം വളരെ ഭവ്യമായി ഇരിക്കേണ്ട സ്ഥലമാണ്. അല്ലാഹു നല്ല ബുദ്ധി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഖബറിന്റെ ശിക്ഷ വല്ലാത്തത് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് നാളെ പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖിയാമുൻ അലാ വാദിൽ അഖീഖി തലബിലാ ബിനൂരി റസൂലില്ലാഹി ബിൽമിസ്കി വല്ലഹൂർ ദവാഇ ഇലാ മദ്ദാ ഹല്ലാ ബിമുദതി മദീഹു റസൂലിൻ ശഫാഅത്ത് യുഫ്റദു സ്വലാത്തും വതസ്ലീമും അസ്കാ തഹിയതി അൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أرحم الراحمين مالك الملوك يا الله. നിങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും സ്വലഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ സവാബുകൾ നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് നന്ദി ഉറങ്ങുന്ന നമ്മുടെ ഗാദികളായ മുഅ്മിനീങ്ങളുടെ അർവാഹുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരു ഖബറുകൾ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, റഹ്മത്തിലാക്കണേ അല്ലാഹ്. വിശുദ്ധ റമളാനിന്റെ റഹ്മത്തിന്റെ ഈ പത്തിൽ നിന്റെ ദർബാറിലേക്ക് നീക്കിയ കരങ്ങൾ നീ തട്ടല്ലേ അല്ലാഹ്. ഈ റഹ്മത്തിന്റെ 10 റഹ്മത്തുകൾ ആ മുഅ്മിനീങ്ങളെ ഖബറിലേക്ക് നീ വർഷിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ആഖിറത്തിൽ രക്ഷപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാര്, മക്കൾ, സഹോദരി സഹോദരങ്ങൾ, കുടുംബങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഗുണകാംക്ഷികൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ മസ്ജിദിലെ ഇഫ്താറിന് വേണ്ടി ഇതുവരെ തന്നിട്ടുള്ള മുഅ്മിനീങ്ങൾ, ഇന്ന് ഇഫ്താർ നടത്തിയ പ്രിയ സഹോദരൻ റാഫി മോട്ടേഴ്സ് അടക്കം, അതുപോലെ അനസ് റൂട്ട്സ്, അല്ലാഹുവേ അദ്ദേഹത്തെ, അതുപോലെ തന്നെ മണക്കാട് താമസിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, എല്ലാ വർഷവും കൃത്യമായി നൽകുന്നവരോ അല്ലാഹുവേ ഇഫ്താറിന് വേണ്ടി റമളാനിന്റെ അവസാനം വരെ ഏറ്റിട്ടുള്ളവരോ അല്ലാഹുവേ പള്ളിയുടെ നവീകരണത്തിൽ സഹായിച്ചവര്, പിതാവിന്റെ നവീകരണത്തിൽ സഹായിച്ചവര്, മദ്രസയ്ക്ക് സഹായിച്ചവര്, പാപങ്ങളെ സഹായിച്ചവര്, പള്ളിയുടെ ഏതൊരു കാര്യത്തിൽ വേണ്ടി സഹായിക്കുന്നവര്, ഉപ്പമാരാകട്ടെ അതുപോലെ തന്നെ നവീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചവര്, അതുപോലെ തന്നെ ഇസ്ലാമിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജമാഅത്ത് കമ്മിറ്റി, അതുപോലെ തന്നെ പാചകം ചെയ്യുന്ന സഹോദരന്, അതുപോലെ എല്ലാം
വേണ്ടി മറ്റുള്ളവർ കൊടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രവർത്തകർ മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ രക്ഷപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തണേ അവർ രക്ഷപ്പെടുത്തണേ അവർ ജീവിതം രക്ഷപ്പെടുത്തണേ നീ എല്ലാവരും അവിടെ തുണ വേറാടില്ല നീ തുണയാകലേ ഖബറിൽ ഞങ്ങൾ നീ ജനിക്കല്ലേ പറയപ്പെട്ടവരാരെയും നീ ജനിക്കല്ലേ നാരകീയ തീക്കുണ്ടാകല്ലേ കഠിനമായ ശിക്ഷ നൽകല്ലേ മലക്കുകളുടെ കഠിനമായ പ്രഹരത്തിലും ദണ്ടുകൊണ്ടുള്ള അടിക്കുട്ടിയേക്കല്ലേ അവരുടെ വാഹിനായ സ്വർഗീയ പൂങ്കാവനമാക്കി തരണേ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയ പാപികളാണ്, മഹാപാപികളാണ്, മഹാഅക്രമികളാണ്, മഹാദോഷികളാണ്. എല്ലാം വിട്ടുകൊടുത്ത് മാപ്പ് ചെയ്യണേ. ഇരിക്കുന്നവർ മുമ്പിലായ മനുഷ്യരെയും നീ പരാജയപ്പെടുത്തണേ. നിന്റെ ഇൽമ് കേൾക്കാൻ വേണ്ടി പരിശുദ്ധ മസ്ജിദിൽ കാരണം കൊണ്ട് തന്നെ ഖബറിൽ വരുമ്പോഴും മലക്കുകൾ സ്വീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. ഖബറിന്റെ സന്തോഷം നൽകണേ അല്ലാഹ്. ദിവസവും ഖബർ ഓരോ മനുഷ്യരോടും സംസാരിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ള സംസാരം അല്ലാഹുവേ ആ ഖബർ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ റഹീമായ അല്ലാഹ് രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തെയും നിന്റെ ത്വഅത്തിലായി ഹബീബായ നബിയുടെ ത്വഅത്തിലായി ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹുവേ. നിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹുവേ. നിന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരുണ്ട്, ദീനനുസരിച്ച് ജീവിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹുവേ. ഉമ്മമാരെ സാലിഹാത്തുകളാക്കണേ അല്ലാഹ്, പതിവ്രതകളാക്കണേ അല്ലാഹുവേ. പാവങ്ങളാണ് റഹ്മാനേ, ഒരുപാട് കഷ്ടപ്പാട് തീർന്നവരാണ് ഉമ്മമാർ, സഹോദരിമാർ. അല്ലാഹുവേ നീ അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നടുവേദനയും മുട്ടുവേദനയും പിരലുവേദനയും അബ്ബേ വലിയ പ്രായങ്ങളാകുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് യാതനകളും വേദനകളും അനുഭവിക്കുന്നവരാണ്. നിന്റെ ദീനിനെ സഹായിച്ച പാരമ്പര്യമുള്ളവരാണ്. ഉമ്മമാരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനേ ദീർഘായുസ്സും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാഹ്. എല്ലാ മാരകമായ രോഗങ്ങളിൽ കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് മക്കളോടും മകളോടുമായ ഞങ്ങൾ പ്രവാസികളായ സഹോദരന്മാരെ നീ കാണാതെ പോകല്ലേ റബ്ബേ. അവർക്കൊക്കെ നീ അനുകൂലമായ സാഹചര്യങ്ങൾ നൽകണേ അല്ലാഹ്. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, കടത്തിൽ മുങ്ങിയവരുണ്ട്, സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, സ്ഥലങ്ങളില്ലാത്തവരുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്റെ പള്ളിയെ സഹായിച്ചിട്ടുണ്ട്, ദീനിനെ സഹായിച്ചിട്ടുണ്ട് റബ്ബേ. നീ അവർക്ക് രാഷ്ട്രമാകണേ അല്ലാഹ്, മൊഴീനാകണേ അല്ലാഹ്, മൊഴീസാകണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ റബ്ബേ നിത്യവൃത്തിക്ക് പോലും കഴിവില്ലാത്ത ഒരുപാട് പാപങ്ങളായ ഉമ്മമാര് മാത്രമുള്ള വീട് അബ്ബേ, അവരും സഹായിച്ചവരാണ്. അവരാരെയും നീ കൈവഴിയുള്ള റബ്ബേ സ്വീകരിക്കണേ റബ്ബേ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അനുകൂലമായി സാക്ഷി നിൽക്കുന്നവർ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ലക്ഷമുടികൾ നരകത്തിൽ നിന്ന് എത്തുമ്പോൾ ചെല്ലപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെയും അവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാഹ്, സ്വാധീനങ്ങളായ മക്കളാക്കണേ അല്ലാഹ്, അനുസരണയുള്ള മക്കളാക്കണേ അല്ലാഹ്, ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. സമൂഹത്തിൽ സമുദായത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. എന്തൊരു അടിമകളാക്കണേ അല്ലാഹ്.
മദ്യത്തിന്റെ അടിച്ചുകളാക്കല്ലേ, മയക്കുമരുന്നിന്റെ അടിച്ചുകളാക്കല്ലേ. വേദനാജനകമായ വാർത്തകൾ കേൾക്കുന്നു ഗതികേട് ഞങ്ങളുടെ സമൂഹത്തിൽ നീ തരല്ലേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه